ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കാണിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷായ ഈ ഒരു ഐറ്റം വീടുകളിൽ അധികം ആരും ഉണ്ടാക്കി കാണാറില്ല. എന്നാൽ ലോകത്തിലെ മുഴുവൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലും മുഖ്യ വിഭവമാണ് ബട്ടർ ചിക്കൻ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ തൈരും പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയിട്ട് അതും കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ഗ്രില്ല് ചെയ്താലും മതി കേട്ടോ. ഇനി ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതിൽ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ഓയിൽ കൂടി പോവരുത്, കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. ഒന്ന് മുകളിലൊന്ന് വരാത്ത രീതിയിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് എല്ലില്ലാത്തതും ചെറിയ പീസും ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതുപോലെ ഒരു ഭാഗം ഫ്രൈ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഈ രീതിയിലാവുന്ന സമയത്ത് നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്ത അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ ബേ ലീഫും 8-10 കുരുമുളകും 3 ഏലക്കായും ചെറിയ ഒരു പീസ് പട്ടയും 4 കറിയാമ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം പൊട്ടിയ ശേഷം 50 ഗ്രാം കാഷ്യൂനട്ട് ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കാഷ്യൂ നട്ട്സ് കളർ മാറിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് 500 ഗ്രാം തക്കാളി കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. തക്കാളി പേസ്റ്റ് നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തക്കാളിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതിയേ. തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പച്ചമുളക് എടുത്ത് മാറ്റാം. എരിവൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇതെടുത്ത് മാറ്റാൻ പറയുന്നത്. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം എടുക്കും കേട്ടോ. നമ്മൾ ഈ തക്കാളി വളരെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ. അത്രയും സമയം വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആവുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആവുന്ന സമയത്ത് ചെറിയ 2 പീസ് പട്ടയും 3 ഏലക്കായും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഒരു അരിപ്പയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതുപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് തിരുമിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും 1/2 ടീസ്പൂൺ ഹണി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഹണി ഇല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബട്ടർ അതിൻ്റെ ചൂടിൽ കിടന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്കത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗാർലിക് ബട്ടർ നാനാണ്. ഇനി അതില്ലെങ്കിൽ പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്